തിരുവനന്തപുരം കോർപ്പറേഷനിലെ വെങ്ങാനൂർ വാർഡിൽ സ്ഥാനാർത്ഥിയെ മാറ്റിയ LDF RJDക്ക് വേണ്ടി റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഇറങ്ങിയ ആളെ ജനതാദൾ എസ് സ്ഥാനാർത്ഥിയാക്കി ചിഹ്നം നൽകി. നിലവിലെ കൗൺസിലർ സിന്ധു വിജയനെ മാറ്റിയത് നാടകീയ നീക്കം. രാഖി പി ആണ് ഇപ്പോൾ ജനതാദൾ എസ് സ്ഥാനാർത്ഥി. എന്നാൽ മത്സരത്തിൽ നിന്ന് പിന്മാറില്ലെന്നാണ് സിന്ധു വിജയന്റെ നിലപാട്. ഞാൻ വെങ്ങാനൂർ വാർഡ് കൗൺസിലറാണ്. ജനതാദൾ എസിന്റെ കൗൺസിലറാണ്. പിന്നെ അപ്പോ ജനതാദൾ എസിനാണ് സീറ്റ് എന്ന് അറിഞ്ഞപ്പോ എന്റെ പാർട്ടിക്കാർ എന്റെ വീട്ടിൽ വന്നിട്ട് വീണ്ടും മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ മത്സര രംഗത്ത് വന്നു. LDFന്റെ നേതാക്കളെ പോയി കണ്ടിട്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച 3 മണിക്ക് DC ഓഫീസിൽ പോയി ബയോഡേറ്റയും ഫോട്ടോയും അവർക്ക് കൊടുത്തിട്ട് ജോയി MLA പറഞ്ഞു പ്രചരണം ആരംഭിച്ചോളൂ, ഫ്ലക്സ് ബോർഡൊക്കെ വെച്ച് ആരംഭിച്ചോളാൻ പറഞ്ഞു. പക്ഷെ അതേപോലെ തന്നെ RJDയുടെ സ്ഥാനാർത്ഥിയുടെ എണ്ണം ബയോഡേറ്റയും ഫോട്ടോയും വാങ്ങിയെന്നാണ് അവരും പറയുന്നത്. ഇതിന്റെ ഇടയിൽ ഈ 2 പാർട്ടിയുടെ ബയോഡേറ്റ വാങ്ങിച്ചിട്ട് ഒരു വാർഡില് നിലവില് JDSനാണ് സീറ്റ്. പിന്നെ എന്തുകൊണ്ടാണ് RJDയുടെ അവരുടെ സ്ഥാനാർത്ഥിയുടെ ബയോഡേറ്റയും വാങ്ങിയെന്നുള്ളത് എനിക്കറിയില്ല. വിജിൻ വായാന്തോട് ചേർന്നിട്ട് വിശദാംശങ്ങൾ നൽകാനായി. വിജിൻ, ഈ സ്ഥാനാർത്ഥി മാറ്റത്തിന് പിന്നിൽ എന്താണെന്നാണ് LDF പറയുന്നത്? ഇവരുടെ നിലപാട്, സിന്ധുവിന്റെ നിലപാട് എന്താണ്? ജീന, തിരുവനന്തപുരം കോർപ്പറേഷനിലെ വെങ്ങാനൂർ വാർഡിൽ വൻ ട്വിസ്റ്റാണ് സംഭവിച്ചത് എന്നുള്ളത് തന്നെയാണ്. ഈ സിന്ധു വിജയനായിരുന്നു നേരത്തെ കൗൺസിലർ. JDSന്റെ കൗൺസിലറായിട്ടാണ് അവർ ജയിക്കുകയും ചെയ്തത്. കഴിഞ്ഞ 5 വർഷക്കാലം അവർ തന്നെയായിരുന്നു കൗൺസിലർ. അതിനുശേഷവും അവർക്ക് തന്നെ മത്സരിക്കാനുള്ള അനുവാദം പാർട്ടിയും ഒപ്പം തന്നെ LDFും നൽകി. അങ്ങനെ CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ബയോഡാറ്റ ഉൾപ്പെടെ നൽകുകയും ചെയ്തു. അതിനിടയിലാണ് LDFിലെ ഘടകകക്ഷി തന്നെയായ ഈ പറയുന്ന RJD വിമത സ്ഥാനാർത്ഥിയായി രാഖിയെ ഇറക്കുകയും അവർ അവിടെ ഫ്ലക്സ് വെക്കുകയും മത്സരത്തിന് ഇറങ്ങുകയും ഒക്കെ ചെയ്തത്. അത് വലിയ തലവേദനയായി LDFന് മാറിയിരുന്നു. അതിനുശേഷം ഈ നേതൃത്വങ്ങൾ തമ്മിൽ നടത്തിയ ചർച്ചയിൽ ഒക്കെയാണ് പിന്നീട് ഈ RJD എന്നുള്ള പാനലിൽ മത്സരിക്കാതെ ഈ രാഖിയെ വീണ്ടും JDSന്റെ സ്ഥാനാർത്ഥിയാക്കി മാറ്റിയത് എന്നുള്ളതാണ്. അതാണ് സിന്ധു വ്യക്തമാക്കുന്നത്. തന്നോട് മത്സരിക്കാൻ ആവശ്യപ്പെടുകയും ഫ്ലക്സുകൾ വെക്കുകയും ഒക്കെ ചെയ്തു. RJDയുടെ വിമത സ്ഥാനാർത്ഥിയായി രാഖി വരികയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം ഈ നേതൃത്വങ്ങൾ ഇടപെട്ട് ചെയ്തത് രാഖിയെ തന്നെ JDS സ്ഥാനാർത്ഥിയാക്കുകയും സിന്ധു വിജയനെ മാറ്റുകയുമാണ് ചെയ്തത്. പക്ഷേ മാറണമെന്ന് ഇതുവരെ പാർട്ടി ജില്ലാ നേതൃത്വം ആരും തന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ആരും ഫോൺ വിളിച്ചിട്ട് എടുക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ് സിന്ധു വിജയൻ ഇപ്പോൾ പരാതിയായി പറയുന്നത്. ഒപ്പം തന്നെ ഏകദേശം വാർഡിൽ പല സ്ഥലങ്ങളിലും ഫ്ലക്സ് ബോർഡുകൾ ഒപ്പം തന്നെ പോസ്റ്ററുകളൊക്കെ അടിക്കുകയും അത് ഒക്കെ ഒട്ടിച്ച് പ്രചരണമൊക്കെ തുടങ്ങുകയും ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ CPM പ്രവർത്തകരോ JDSന്റെ പ്രവർത്തകരോ ആരും തന്നോടൊപ്പം പ്രചാരണത്തിന് വരുന്നില്ല. താനും തൻ്റെ മകനും ചേർന്നാണ് ഇപ്പോൾ വീടുകൾ കയറി വോട്ട് അഭ്യർത്ഥിക്കുന്നത് എന്നുള്ളതാണ് സിന്ധു പറയുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു മാറ്റം എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ളതാണ്. RJDയുടെ ഒരു വിമത സ്ഥാനാർത്ഥിയായി വന്ന ആളെ തന്നെ JDSലേക്ക് എത്തിച്ച് JDSന്റെ സ്ഥാനാർത്ഥിയാക്കുന്നു. ഒപ്പം തന്നെ നിലവിലെ അവരുടെ തന്നെ കൗൺസിലറെ തീർത്തും പരിഗണിക്കാതെ അവഗണിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുള്ളത്. എന്തായാലും നിലവിൽ സിന്ധു വിജയൻ പറയുന്നത് താൻ ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നാണ്. അങ്ങനെയെങ്കിൽ വിമത സ്ഥാനാർത്ഥിയായി സിന്ധു വരാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ജീന.